ഡോക്ടറെ, ഡോക്ടറിൻ്റെ അടുത്തൊരു ഇൻ്റർവ്യൂവിനകത്തിൽ ഈ രേണു സുധീനെ സംബന്ധിച്ചിട്ടൊരു അലിഗേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ രേണു സുധീൻ്റെ ഒരു നമ്മൾക്ക് സോഷ്യൽ മീഡിയ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ രേണുവിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിനെക്കാട്ടി കൂടുതൽ രേണു സുധീനെ സെയിൽ ചെയ്യുന്നത് ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോംസ് നിലവിലുണ്ട്. ഇപ്പോൾ കുറേയധികം അക്കൗണ്ടുകളുണ്ട്. ഇതിൻ്റെയൊക്കെ ആ ഒരു തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ എന്താ ഒരു സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ അവരിങ്ങനെ ചിരിക്കാൻ പാടില്ല, ഇങ്ങനെ വസ്ത്രം ധരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇവരുടെ ലൈഫ് ഇങ്ങനെ നമ്മൾ ഹസ്ബൻഡ് മരിച്ചിട്ടുണ്ടെങ്കിൽ കരഞ്ഞാൽ മാത്രമേ അവർക്ക് വിഷമം ഉണ്ടാവുള്ളൂ. അവരുടെ ലൈഫ് അല്ലെങ്കിൽ അത് കാണുമ്പോൾ ഇവരിത്ര ഹാപ്പി ചിരിച്ചു കഴിഞ്ഞാൽ രേണുസുധിയുടെ ലൈഫ് എന്തൊരു എൻജോയ്മെൻ്റ് ആണ്, എന്തൊരു ഹാപ്പിയാണ്, അല്ലെങ്കിൽ സുധിയുടെ ആ ഒരു പെർഫ്യൂം അവിടെ, ഇതൊക്കെ അറിയാതിരിക്കാൻ ഭയങ്കര പ്രയാസമാണ് ഈ ആൾക്കാർക്ക്. ശരിക്കും ഈ രേണുസുധിയുടെ ഇത്രയും ഒരു ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് ഡോക്ടറിന് അതിനെ പറ്റിയിട്ട് എന്തായിരുന്നു തോന്നിയത്? ഒന്നാമത്തെ കാര്യം, മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ പ്ലാറ്റ്ഫോമിലുള്ള ഇന്റർവ്യൂ രേണുസുധിയുടെ ജസ്റ്റിഫിക്കേഷൻ ഒന്നും ആയിരുന്നില്ല. ഇറ്റ് വാസ് ലൈക്ക് അതൊരു ഹോട്ട് സീറ്റ് ആയിരുന്നു. അപ്പോൾ ശാരികയുടെ ക്വസ്റ്റ്യൻ രീതി, ഇപ്പോൾ എന്താ പേര്, ആതിര എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ലേ, ആതിരയ്ക്ക് ഒരു സ്റ്റൈലല്ലേ. ശാരികയുടെ ആ പ്രോഗ്രാമിൽ ശാരിക ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ശാരികയുടെ ജനറൽ സ്റ്റൈൽ ഓഫ് ക്വസ്റ്റ്യനിങ് അങ്ങനെയാണ്. ആൻഡ് ഐ എം നോട്ട് ദെയർ ടു കറക്റ്റ് ഹെർ ഓർ എനിത്തിങ്, ബട്ട് ഐ ഡിഡ് ദ സെയിം പ്രോഗ്രാം ഇൻ മൈ സ്റ്റൈൽ. എൻ്റെ സ്റ്റൈലിൽ ഞാൻ അതേ പ്രോഗ്രാം ചെയ്തു. അപ്പോൾ അത് ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഉണ്ട്, ശാരിക മാത്രം ഇഷ്ടമുള്ള ആൾക്കാരും ഉണ്ട്. ബട്ട് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ രേണുസുധിയുടെ ക്വസ്റ്റ്യൻസ്, രേണുസുധിയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ല. പിന്നെ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി, അതായത് ഒരു സ്ത്രീ ഇങ്ങനെയായിരിക്കണം, എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് എ മിക്സഡ്, ഒരുപാട് മിക്സഡ് കാര്യങ്ങൾ അവിടെ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുധിയുടെ അടുത്ത് ജോലി ചെയ്യരുതെന്ന് ആരും പറയാൻ ആർക്കും അവകാശമില്ല, ആരും പറഞ്ഞിട്ടുമില്ല ശരിക്കും അത്. പക്ഷെ അവിടെ പ്രശ്നം വരുന്നത് അവർ സിനിമയിൽ ജോലി ചെയ്യരുത്, തൊഴിലുറപ്പിന് പോകണം എന്നൊക്കെ പറയുമ്പോഴാണ് കൺസേൺ. അത് എനിക്ക് എങ്ങനെയാ വേറൊരാളുടെ അടുത്ത് ഇന്ന ജോലി ചെയ്യണമെന്ന് പറയാൻ പറ്റുക? പിന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ, ബോഡി ഷേമിങ് കോമൻസ്, അവരെ കണ്ട ഓന്തിനെ പോലെ ഉണ്ട്, പല്ലി ബിഗ് ബോസിലേക്ക്, അതൊന്നും ഞാൻ എവിടെയും സമ്മതിക്കുന്നില്ല. പക്ഷെ അവരുടെ തന്നെ അൺനോയിങ്ലി നോയിങ്ലി എനിക്കറിയില്ല, അവരുടെ തന്നെ ചില ഇൻ്റർവ്യൂസിൽ അവർ തന്നെ ചില പറഞ്ഞ കാര്യങ്ങളിൽ ചില ഡിസ്പാരിറ്റി വന്നിട്ടുണ്ട്. അതായത് ചിലപ്പോൾ ഒന്നാമത്തെ കാര്യം അവരിങ്ങനെ പ്ലാൻഡ് ആയിട്ട് ഇൻ്റർവ്യൂ കൊടുക്കണതാണ്, അല്ലെങ്കിൽ അവരത് കാൽക്കുലേറ്റീവായിട്ട് മൂവ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ ഓർക്കാണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ട് പിന്നെ അത് നമുക്ക് പ്രശ്നമാവില്ലേ? അങ്ങനെ എന്തോ വന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ അത് പ്ലാൻഡ് ആണോ അല്ലയോ എന്ന് എനിക്ക് അറിയില്ല. അവർ വ്യക്തിപരമായിട്ട് ഞാൻ അവരുമായിട്ട് കോണ്ടാക്റ്റിലില്ല. അപ്പോൾ അവർ ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ടോ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏതൊക്കെയോ ഇൻ്റർവ്യൂവിൽ വരുന്നുണ്ട്. പിന്നെ അവർ ഇപ്പോൾ ഒരു വീണ എന്ന് പറഞ്ഞൊരു ലേഡി വരുന്നുണ്ടല്ലോ, അപ്പോൾ അത് നമുക്കറിയില്ല. അതായത് ഇപ്പോൾ എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്യാൻ മാത്രം ഇതൊരു വലിയ വിഷയമാണെന്ന് ചോദിച്ചാൽ എനിക്കല്ല. കാരണം ഇത്രയധികം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ രേണുസുധിയുടെ ചാനലിലുള്ളതിനേക്കാളും രേണുസുധിയെ കുറിച്ചിട്ടുള്ള ഇൻ്റർവ്യൂസ് ആണ് കൂടുതലാവുന്നത്. ഞാൻ ആ ഒരു ഇൻ്റർവ്യൂവിൽ രേണുസുധിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷൻസും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണോ ശാരിക ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടത് എന്നെനിക്ക് ചോദിക്കാം. ഐ ആം വെരി കംഫർട്ടബിൾ, ഐ വാസ് വെരി കംഫർട്ടബിൾ ദെയർ, ഐ വാസ് വെരി കംഫർട്ടബിൾ ഹിയർ ഓൾസോ, ഐ ആം വെരി കംഫർട്ടബിൾ വിത്ത് യുവർ ക്വസ്റ്റ്യൻസ് ഓൾസോ. അപ്പം ചോദ്യത്തിൻ്റെ മറുപടി എന്ന് പറഞ്ഞാൽ അവർ ഇന്ന ജോലി ചെയ്യരുത് അത് ചേരുന്നല്ല, അവരുടെ പല ഇൻ്റർവ്യൂസിലും. പിന്നെ എല്ലാവരും ഒരു കൺസേൺ ആയിട്ട് പറയുന്നത് ആ ഒരു ഫാദറും ആ ഒരു ബിൽഡറും കൂടി ഒരു വീട് പണിത് കൊടുത്തപ്പോൾ അവരത് എന്തുകൊണ്ട് അവരോട് പരാതിപ്പെട്ടില്ല എന്ന്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് അവരുടെ കോൾ റെക്കോർഡ്സും ഒക്കെ ഇരുന്ന് അനലൈസ് ചെയ്യാൻ ദാറ്റ്സ് നോട്ട് മൈ ജോബ്. പക്ഷെ അതാണ് ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഹെൽപ്പ്, അതായത് അവരല്ല ഹെൽപ്പ് മേടിച്ചിരിക്കുന്നത്, അവരുടെ കുട്ടികൾക്കാണ് ഇവർ എഴുതി കൊടുത്തിരിക്കുന്നത്. ഒരു ഹെൽപ്പ് കൊടുക്കുമ്പോഴും ഒരു ഹെൽപ്പ് വാങ്ങിക്കുമ്പോഴും ഇന്നത്തെ കാലത്ത് ഒരു കോൺട്രാക്ട് ഉണ്ടാക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഫോർ ബോത്ത് ദ പാർട്ടീസ്. കാരണം ഞാനിപ്പോൾ തനിക്ക് കടം തന്നു, താൻ ആ കടം, പിന്നെ ഞാൻ ആ കടം തന്നോട് തിരിച്ചു ചോദിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ശത്രുക്കളാവും അല്ലേ? ചിലപ്പോൾ. അതായത് ചില ആൾക്കാർ കടം മേടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കുന്നവരുണ്ട്. ഇവിടെ രേണുസുധി ആരുടെ അടുത്തും കടം മേടിച്ചിട്ടില്ല.
രേണുസുധിയുടെ കുട്ടികൾക്കാണ് ഇവർ കൊടുത്തത്. പക്ഷെ എന്തൊക്കെയോ ചില ഇൻ്റർവ്യൂസിൻ്റെ ഭാഗമായിട്ട് ഈ വീണ എന്ന് പറയുന്ന ലേഡിയെക്കുറിച്ചും അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ പോലും അവരിപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ ആണ് എന്ന് തന്നെ നമുക്ക് അസ്യൂം ചെയ്യാം. അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. വി ആർ ഡിസ്കസിങ് കറൻ്റ്ലി അബൌട്ട് ഹർ. അപ്പോൾ അവരുടെ കുടുംബത്തിലെ ആ ഒരു കാര്യം അവർ വന്ന് പറഞ്ഞു, മറ്റേ ലേഡി അത് ഡിസ്കസ് ചെയ്യുന്നു, അതെല്ലാവരും ഡിസ്കസ് ചെയ്യുന്നു. പിന്നെ രേണുസുധി നിങ്ങളുടെ വ്ളോഗിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ രേണുസുധി ആഗ്രഹിക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം അൽഗോരിതം നമ്മൾ രേണുസുധിയെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ ഫോണെല്ലാം കേൾക്കും. നമ്മൾ ഷെയർ ചെയ്യുന്നതൊക്കെ കൊണ്ടാണ്. പിന്നെ രേണുസുധി വരണ്ടെങ്കിൽ രേണുസുധിയായിട്ട് വരുന്ന എല്ലാ മീഡിയാസും നമുക്കത് ബ്ലോക്ക് ചെയ്യാം. രേണുസുധിയുടെ പ്രൊഫൈലും രേണുസുധിയായിട്ട് ബന്ധപ്പെട്ട മൈൽ സ്റ്റോൺ മേക്കേഴ്സിനൊക്കെ ബ്ലോക്ക് ചെയ്താൽ മതി. പിന്നെ എൻ്റെ കണ്ടന്റ്സിലൊന്നും രേണുസുധി വരാറില്ല. ഇനി വന്നാലും എനിക്ക് പ്രശ്നമില്ല. അപ്പൊ എനിക്ക് റീസെന്റ് ഞാൻ അതേപ്പറ്റി ചിന്തിക്കുന്നോണ്ടായിരിക്കും എന്റെ അൽഗോരിതം എന്റെ ഇതല്ലേ. അവർക്ക് റീസെന്റ് ഒരു മേക്ക് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ഷീ ലുക്ക് വെരി ബ്യൂട്ടിഫുൾ. അത് പറയണേന് ഞാൻ എന്തിനാ പേടിക്കുന്നത്? അതൊന്നും അല്ലെങ്കിൽ ആർക്കും പ്രശ്നമില്ല. അവർ അഭിനയിക്കണമൊന്നുമല്ല. ഇത് എന്തൊക്കെയോ ചില ഇന്റർവ്യൂസിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ, ഇപ്പൊ ഞാനൊരാൾക്ക് ഫിറോസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ പുള്ളി ഒരു വീട് പണിത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് ക്രിറ്റിസിസം വരുന്നു, ഇവർക്ക് ക്രിറ്റിസിസം വരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഒരാൾക്കൊരു സഹായം കൊടുക്കുമ്പോഴും സ്വീകരിക്കുമ്പോഴും അത് ഈ സഹായം സ്വീകരിക്കുന്നതിൻ്റെ പേരിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി ഹേർട്ട് ചെയ്യില്ല എന്നൊരു കോൺട്രാക്ട് വെച്ചാൽ മതി. അതായിരിക്കും നല്ലത്. ഇപ്പം എന്നോട് ഒരാൾ കടം ചോദിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ കടം കൊടുക്കേണ്ടെന്ന് ഒരാളും കൂടെ അറിയിച്ചിട്ട് അത്രയ്ക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങനെ വരെ നമ്മൾ ചിലപ്പോൾ ആലോചിച്ച് പോയിട്ടുണ്ട്. നമ്മുടെ എക്സ്പീരിയൻസും ഉണ്ട്. ഇനി കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇവരിനി അടുത്തൊരു ലൈഫിലേക്ക് കടക്കുമോ എന്നുള്ളതാണ്. അതൊക്കെ അവരുടെ ഇഷ്ടം. അവരല്ലേ സൈബർ ബുള്ളിങ്ങിന്റെ ഒക്കെ ഒരു എക്സ്ട്രീം ലെവലിലേക്കൊക്കെ ചില സമയത്ത് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ അവരവരുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്യുന്നുണ്ട് മാന്യമായിട്ടുള്ള. ചില ആൾക്കാർ അവരെ ഒരു കളിയാക്കി, അവരുടെ പാരൻസിനെ കളിയാക്കി എന്തൊക്കെയോ കിച്ചു അങ്ങനെ ഒന്നത്. അവർക്ക് 21 വയസ്സായിട്ടുണ്ടാവും, 22 വയസ്സായിട്ടുണ്ടാവും. അതൊരു കുട്ടി തന്നെയാണ്. പല രീതിയിൽ പറയുന്നതൊക്കെ ഉണ്ട്. അതിപ്പോൾ അവർക്ക് അൺകംഫർട്ടബിൾ ആവണമെങ്കിൽ അവരൊരു സൈബർ കംപ്ലൈൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് അതിന് ചെയ്യേണ്ടത്. പിന്നെ എന്താ പറയുക, അവർ തന്നെ വേറൊരു വ്ളോഗറിനെ കുറിച്ച് കംപ്ലൈൻറ്റ് ചെയ്തപ്പോൾ പോലീസ് അതിൽ പരാതി ഇല്ല എന്ന് കണ്ട്, ഐ തിങ്ക് അതുൽ വ്ളോഗെന്നോ എന്തോ പറഞ്ഞിട്ട് പരാതി ഇല്ല എന്ന് പറഞ്ഞിട്ട് എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അതൊക്കെ അവരുടെ ചാനലുകളിൽ അവർ ഡിസ്കസ് ചെയ്യണത് മാത്രമേ നമ്മൾക്ക് അറിയാൻ പറ്റൂ. അത് എൻ്റെ വ്ളോഗിൽ ഫീഡ്ബാക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ആ സമയത്ത് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഇന്റർവ്യൂവിന് പോയതുകൊണ്ടായിരിക്കാം വന്നിട്ടുള്ളത്. ഇനി എനിക്കത് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ ദർ ഇസ് ഓൾവേസ് എ ബട്ടൺ കോൾഡ് ആസ് എന്താ പറയുക, സ്കിപ്പ് ചെയ്യുക. എൻ്റെ യൂട്യൂബ് തുറക്കുകയാണെങ്കിൽ, ഇൻസ്റ്റഗ്രാം തുറക്കുകയാണെങ്കിൽ അതിൽ രേണുസുധി അല്ല, മിസ്റ്ററി റീക്യാപ്ഡ് എന്ന് പറഞ്ഞൊരു ചാനലാണ് കൂടുതൽ വരുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഇൻറ്റീരിയർ ഡെക്കറേഷൻസും ഡെക്കോറുകളും DIY പ്രോജക്ട്സും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് വരുന്നത്. പിന്നെ ഇപ്പം എൻ്റെ ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഹംഗ്രി മൃണാളാണ്. കാരണം ഞാൻ അവിടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കും ചിലപ്പോൾ വരുന്നത്. അപ്പോൾ ഇറ്റ് ഡിപ്പെൻസ്. അതായത് വെദർ യു ആർ ഇൻട്രസ്റ്റഡ്, യുവർ അൽഗോരിതം സേസ് അബൌട്ട് യു, നോട്ട് അബൌട്ട് ദി അതർ പേഴ്സൺ. ഇനി താല്പര്യമില്ല, ഏതൊരു സ്ത്രീ ഇങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്തു ഫുള്ള് ഞങ്ങളുടെ റീലിൽ മുഴുവൻ രേണുസുധിയാണ്, അതിപ്പോൾ അവരുടെ കുറ്റമല്ലല്ലോ. ഇനിയിപ്പോൾ അവരത് PR വർക്ക് ഇട്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് PR ചെയ്യാം. നിങ്ങൾ PR ചെയ്യാറില്ലേ? അത് അവർ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും. അതൊക്കെ ലീഗലി തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് എന്താന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായിടത്തോളം ഏതെങ്കിലുമൊക്കെ ഇന്റർവ്യൂവിൽ നമ്മൾ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്കും ആ അനാലിസിസ് നടത്തി അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ആൾക്കാർ പറയുന്നു. പിന്നെ കുറേ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനിനി ആരെയൊക്കെ ബോധിപ്പിക്കണം എന്ന്. അപ്പൊ ഇതിനുള്ള മറുപടി അവര് കൊടുക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവ് ആൻഡ് ലെറ്റ് ലിവ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ ഡോക്ടർ.